ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സത്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ तं സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ജ്ഞാനഗംഗ തുടരുകയാണ്. നവമസ്കന്ധത്തിലെ 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭാഗവതം നവമസ്കന്ധത്തിൽ 10ഉം 11ഉം അധ്യായങ്ങൾ രാമായണ സംഗ്രഹമാണ്. രാമായണം അറിയാത്തവരായിട്ട് ആരുമില്ല, അല്ലേ? അപ്പൊ പിന്നെ എളുപ്പമുണ്ട് നമുക്ക്, അല്ലേ? 2 അധ്യായങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എന്തായാലും വ്യാസഭഗവാൻ രാമായണത്തെ, വാൽമീകി രാമായണത്തെ മഹാഭാരതത്തിലും സംഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല പുരാണങ്ങളിലും അധ്യാത്മരാമായണ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭാഗവതത്തിലും 2 അധ്യായങ്ങളെ കൊണ്ട് സൂര്യവംശത്തിന്റെ ഭാഗമായി, ഇക്ഷ്വാകു വംശത്തിന്റെ ഭാഗമായി വർണ്ണിച്ചിട്ടുണ്ട്. മറ്റ് പുരാണങ്ങളിലുമൊക്കെ കാണാം അങ്ങനെയുള്ള രാമാവതാര ചരിത്രം. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഈ 10-ാം അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം തന്നെ രാമാവതാരം പറഞ്ഞുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ അധ്യായത്തില് ഭഗീരഥന്റെ വംശമെല്ലാം പറഞ്ഞു. ആ ഭഗീരഥന്റെ വംശത്തില് സൗദാസൻ എന്ന ഒരു രാജാവ് രാക്ഷസനായി തീർന്നതും പിന്നീട് ശാപമുക്തനായി തീർന്നതും ആയിട്ടുള്ള കഥ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വംശത്തിൽ പിന്നെ ഗഡ്വാങ്കൻ എന്ന് പറഞ്ഞൊരു രാജർഷിയുടെ കഥ പറഞ്ഞു. ദേവന്മാർക്ക് വേണ്ടി ദേവലോകത്ത് ചെന്ന അസുരന്മാരെ നിഗ്രഹിച്ച് അദ്ദേഹം ദേവന്മാരിൽ നിന്ന് തന്റെ ആയുസ് ഒരു മുഹൂർത്തം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് ഭൂമിയിൽ വന്ന് ഭഗവാനെ ഭജിച്ച് ഭഗവത് പദത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം നമ്മൾ അവസാനിപ്പിച്ചത്. ആ ഗഡ്വാങ്കന്റെ തുടർച്ച, ഗഡ്വാങ്കന്റെ പുത്രനായി ദീർഘബാഹു, ആ ദീർഘബാഹുവിന്റെ പുത്രനായി രഘു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദശരഥനും ദശരഥന്റെ പുത്രന്മാരായി 4 പേരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പിന്നീട് രാമായണ ചരിത്രം സ്തോത്ര രൂപത്തില്, രാമനെ സ്തുതിക്കുന്ന രൂപത്തില്, ആ രാമൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനാപൂർവമാണ് സമർപ്പിക്കുന്നത്. ഒരു കഥ പറയും പോലെയല്ല, വാസ്തവത്തിൽ ഒരു സ്തോത്ര രൂപത്തില് അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് 4-ാമത്തെ ശ്ലോകത്തിൽ തന്നെ കോസലേന്ദ്രോ അവതാത് നഹ എന്നാണ് അവസാന വരി. കോസലേന്ദ്രോ അവതാത് നഹ.
ആ കോസലേന്ദ്രൻ ശ്രീരാമചന്ദ്ര പ്രഭു നഹ അസ്മാൻ അവതാത് അവനം ചെയ്യട്ടെ, നമ്മളെ രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് മറ്റുള്ള എല്ലാ ശ്ലോകങ്ങളിലേക്കും അന്വയിപ്പിക്കണം. ഈ കോസലേന്ദ്രോ അവതാത് നഹ എന്നുള്ളത് എല്ലാ ശ്ലോകങ്ങളുടെയും വാലായി നമ്മൾ ചേർക്കേണ്ടതാണ്. ആ രീതിയിലാണ് അതിന്റെ അവതരണം. എല്ലാ ശ്ലോകത്തിലും അത് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളത് പാരായണം ചെയ്യാൻ. അപ്പോൾ ഒരു പ്രാർത്ഥനാ രൂപത്തിലാണ്. കോസലേന്ദ്രൻ നമ്മെ രക്ഷിക്കട്ടെ. ചാക്യാർ കൂത്തുകാര് പറയുമ്പോൾ ആ വാസുദേവൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ കോസലേന്ദ്രൻ നമ്മെ രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മനസ്സിൽ ഓരോ ശ്ലോകത്തിന്റെ അടിയിലും ഉണ്ടായിരിക്കട്ടെ. പാരായണ. അപ്പൊ നമുക്ക് പാരായണം ചെയ്യാം. 10-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 10-മോऽധ്യായഃ. ശ്രീശുക ഉവാച. ഗട്വാംഗാദ്ദീർഘബാഹുശ്ച രഘുസ്തസ്മാത് പൃഥുസ്രവാഃ അജസ്തതോ മഹാരാജഃ തസ്മാത് ദശരഥോऽഭവത്. തസ്യാപി ഭഗവാനേഷഃ സാക്ഷാത് ബ്രഹ്മമയോ ഹരിഃ അംശാംശേന ചതുർദ്ധാഗാത് പുത്രത്വം പ്രാർത്ഥിതസുരൈഃ. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നാ ഇതി സംജ്ഞയാ ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നാ ഇതി സംജ്ഞയാ തസ്യാനുചരിതം രാജൻ ഋഷിഭിസ്തത്വദർശിഭിഃ ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹുഃ. ഗുരുവർത്തെ ത്യക്തരാജ്യോ വ്യചരദനുവനം പദ്മപദ്ഭ്യാം പ്രിയായാഃ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപധരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണഖ്യാഃ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ദിഃ ബദ്ധസേതുഃ ഖലദവദഹനഃ കോസലേന്ദ്രോവദാന്നഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. വിശ്വാമിത്രാദ്വരേ യേന മാരീചാദ്യാ നിശാചരാഃ പശ്യതോ ലക്ഷ്മണസ്യൈവ ഹതാ നൈരുതപുംഗവാഃ. യോ ലോകവീരസമിതൗ ധനുരൈശമുഗ്രം സീതാ സ്വയംവരഗൃഹേ ത്രിശതോപനീതം ആദായ ബാലകജലീല ഇവേക്ഷുയഷ്ടിം സജ്ജീകൃതം നൃപവികൃഷ്യ ഭവഞ്ച മധ്യേ. ജിത്വാനുരൂപഗുണശീലവയോംഗരൂപാം സീതാഭിധാം ശ്രിയമുരസ്യഭിലബ്ധമാനാം മാർഗേ വ്രജൻ ഭൃഗുപതേഃ വ്യനയത് പ്രരൂഢം ദർപ്പം മഹീം അകൃതയ ത്രിഃ അരാജബീജാം. യസത്യപാശ പരിവീത പിതുർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സഭാര്യഃ. രാജ്യം ശ്രിയം പ്രണയിനഃ സുഹൃദോ നിവാസം ത്യക്വാ യയൗ വനമസൂനിവ മുക്തസംഗഃ. രക്ഷസ്വസുർവ്യകൃതരൂപം അശുദ്ധബുദ്ധേഃ
തസ്യാഘരത്രിശിരദൂഷണമുഖ്യബന്ധൂൻ ജഗ്നേ ചതുർദശസഹസ്രമപാരണീയ കോദണ്ഡപാണിരടമാന ഉവാസകൃത്സ്രം സീതാകഥാശ്രവണദീപിതഹൃച്ഛയേന സൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഗ്നേ അത്ഭുതൈണ വപുഷാശ്രമതോപകൃഷ്ടോ മാരീചമാശു വിശിഖേന യഥാ ഖമുഗ്രഃ രക്ഷോധമേന മൃഗവദ്വിപിനയ സമക്ഷം വൈദേഹരാജദുഹിതര്യപയാപിതായാം ഭ്രാത്രാവനേ കൃപണവത് പ്രിയയാ വിയുക്തഃ സ്ത്രീസംഗിനാം ഗതിമിതി പ്രദയൻ ചചാര ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻ കബന്ധം സഖ്യം വിധായ കപിഭിർദയിതാഗതിം തൈഃ ബുദ്ധ്വാദ ബാലിനി ഹതേ പ്ലവകേന്ദ്ര സൈന്യൈഃ വേളാമഗാത് സമനുജോ അജബവാർച്ചിതാംഗ്രിഃ യദ്രോഷ വിഭ്രമ വിവൃത്ത കടാക്ഷപാദ സംഭ്രാന്ത നക്രമകരോ ഭയഗീർണ ഘോഷഃ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യ രൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷയേതത് നത്വാം വയം ജഡധിയോന്നു വിദാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗദാമധീശം യൽ സത്വതഃ സുരഗണാരജസഃ പ്രജേശാഃ മന്യോശ്ച ഭൂതപതയഃ സ് ഭവാൻ ഗുണേശഃ കാമം പ്രയാഹി ജഹി വിസ്രവസോവമേഹം ത്രൈലോക്യരാവണമവാപ്നുഹി വീരപത്നീം ബധ്നീഃ സേതുമിഹത്തെ യശസോ വിതത്यै ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപാഃ ബദ്ധ്വോ ദദൗ രഘുപതിർവിവിധാദ്രികൂടൈഃ സേതുഃ കപീന്ദ്രകരകമ്പിതഭൂരുഹാംഗൈഃ സുഗ്രീവനീലഹനുമൽ പ്രമുഖൈരനീകൈഃ ലങ്കാം വിഭീഷണദൃശാ വിശദഗ്രദഗ്ധാം സാ വാനരേന്ദ്രബലരുദ്ധവിഹാരഗോഷ്ഠ ശ്രീദ്വാരഗോപുരസദോ വളഭീവിടങ്കാഃ നിർഭജ്യമാനദിഷണധ്വജ ഹേമകുംഭശൃംഗാടക ഗജകുലൈർഹൃതിനീവധൂർണാ രക്ഷപതിസ്തദവലോക്യ നികുംഭകുംഭധൂമ്രാക്ഷദുർമുഖസുരാന്തനരാന്തകാദീൻ പുത്രം പ്രഹസ്തമധികായ നികമ്പനാദീൻ സർവാനുഗാൻ സമഹിനോ തത കുംഭകർണം താം യാദുധാനവൃതനാം അസിശൂലചാപപ്രാസൃഷ്ടി ശക്തി ശരതോമര ഗഡ്ഗദുർഗാം സുഗ്രീവലക്ഷ്മണമരുൾ സുതഗന്ധമാദ നീലാംഗദർക്ഷപനസാദിഭിരന്വിതോഗാദ് തേനീകപാരകുപതേരഭിപത്യ സർവേ ദ്വന്ദ്വം വരോദമിഭപത്തിരദാശ്രയോദൈഃ ജഗ്നുർദ്രുമൈർ ഗിരിഗതേഷു വിരംഗദാദ്യാഃ സീതാഭിമർശ ഹതമംഗളരാവണേശാൻ രക്ഷഃപതി സ്വബലനഷ്ടിമവേക്ഷ്യ രുഷ്ടഃ ആരുഹ്യ യാനകമദാഭിസസാര രാമം സ്വസ്യന്തനേ ദ്യുമതിമാതലിനോപനീതേ വിഭ്രാജമാനമഹനൻ നിശിതൈക്ഷുരപ്രൈഃ രാമസ്തമാഹ പുരുഷാദ പുരീഷയന്നഃ കാന്താസമക്ഷമസദാപഹൃതാശ്വവത്തേ ത്യക്തത്രപസ്യ ഫലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാലൈവ കർത്തുരലംഘ്യ വീര്യഃ ഏവം ക്ഷിപന്തനുഷി സന്ധിതമുത്സസർജ ബാണം സ വജ്രമിവ തദ്ഹൃദയം ബിഭേദ സോऽസൃഗ്വമൻ ദശമുഖൈർന്യപതദ്വിമാനാദ് ഹാഹേതി ജൽപതി ജനേ സുകൃതീവ റിക്തഃ തതോ നിഷ്ക്രമ്യ ലങ്കായാ യാദുധാന്യഃ സഹസ്രശഃ മന്ദോദര്യാ സമം തസ്മിൻ പ്രരുദത്യ ഉപാദ്രവन्
സ്വാൻ സ്വാൻ ബന്ധൂൻ പരിഷ്വജ്യ ലക്ഷ്മണേഷു വിരർദിതാൻ രുരുദുസ്സുസ്വരം ദീനാഗ്നന്ദ്യ ആത്മാനമാത്മന ആഹകാസ്മ വയം നാദ ലോകരാവണ രാവണ കം യായാചരണം ലംഘ ത്വദ്വിഹീനാ പരാർദിത നൈവം വേദ മഹാഭാഗ ഭവാൻ കാമവശം ഗതഃ തേജോനുഭാവം സീതായാഃ യേന നീതോ ദശാമി മാം കൃതൈഷാ വിധവാലങ്കാ വയം ച കുലനന്ദന ദേഹ കൃതോന്നം കൃദ്രാണാം ആത്മാ നരകഹേതവേ ശ്രീശുക ഉവാച സ്വാനാം വിഭീഷണശ്ചക്രേ കോസലേന്ദ്രാനുമോദിതഃ പിതൃമേധവിധാനേന യദുക്തം സാംപരായികം തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹ വ്യാധിം ശിംശപാമൂലമാസ്ഥിതാം രാമഃ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖപങ്കജാം ആരോപ്യാരുരുഹേയാനം ഭ്രാതൃഭ്യാം ഹനുമദ്യുതഃ വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശതാം ലങ്കാമായുശ്ച കൽപ്പാന്തം യയൗ ചീർണവ്രതഃ പുരീം അവകീര്യമാണ കുസുമൈഃ ലോകപാലാർപ്പിതൈഃ പഥി ഉപഗീയമാന ചരിതഃ ശതധൃത്യാദിഭിർമുദാ ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോതപ്യത ജടിലം സ്തണ്ഡിലേശയം ഭരതഃ പ്രാപ്തമാകർണ്യ പൗരാമാത്യ പുരോഹിതൈഃ പാതുകേ ശിരസിന്യസ്യ രാമം പ്രത്യുദ്യതോഗ്രജം നന്ദിഗ്രാമാത് സ്വശിബിരാത് ഗീതവാദിത്ര നിസ്വനൈഃ ബ്രഹ്മഘോഷേണ ച മുഹുഃ പഠദ്ഭിഃ ബ്രഹ്മവാദിഭിഃ സ്വർണകക്ഷപദാഗാഭിഃ ഹൈമൈശ്ചിത്രധ്വജൈരഥൈഃ സദശ്വൈരുക്മസന്നാഹൈഃ ബഡൈഃ പുരണവർമ്മഭിഃ ശ്രേണീഭിർവാരമുഖ്യാഭിഃ ഭൃത്യൈശ്ചൈവ പദാനുഗൈഃ പാരമേഷ്ട്യാന്യുപാദായ പണ്യാന്യുച്ഛാവജാനി ച പാദയോർണ്യപദത്പ്രേമ്ണാ പ്രക്ലിന്ന ഹൃദയേക്ഷണഃ പാതുകേന്യസ്യ പുരതഃ പ്രാഞ്ജലിർബാഷ്പലോചനഃ തമാശ്ലിഷ്യ ചിരം ദോർഭ്യാം സ്നാപയൻ നേത്രജൈർജലൈഃ രാമോ ലക്ഷ്മണ സീതാഭ്യാം വിപ്രേഭ്യോ യേ അർഹസത്തമാഃ തേഭ്യഃ സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃതഃ ദുന്വന്ത ഉത്തരാസംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം ഉത്തരാ കോസലാമല്യൈഃ കിരന്തോ നനുദുർമുദാം പാതുകേ പരദോ ഗൃഹ്ണാച്ഛാമരവ്യജനോത്തമേ വിഭീഷണഃ സ സുഗ്രീവഃ ശ്വേതഛത്രം മരുത്സുതഃ ധനുർനിഷങ്കാൻ ശത്രുഘ്നഃ സീതാതീർത്ഥകമണ്ഡലം അഭിഭ്രദംഗ അംഗദ ഖഡ്ഗം ഹൈമം ചർമ്മർക്ഷരാൻ നൃപ പുഷ്പകസ്ത്വന്വിതസ്ത്രീഭിഃ സ്തൂയമാനശ്ച ബന്ദിഭിഃ വിരേജേ ഭഗവാൻ രാജൻ ഗ്രഹൈശ്ചന്ദ്രൈവോദിതഃ ഭ്രാതൃഭിർനന്ദിതഃ സോऽപി സോത്സവാം പ്രാവിശത്പുരീം പ്രവിശ്യ രാജഭവനം ഗുരുപത്നീഃ സ്വമാതരം ഗുരൂൻ വയസ്യാവരജാൻ പൂജിത പ്രത്യപൂജയത് വൈദേഹി ലക്ഷ്മണശ്ചൈവ യഥാവത് സമുപേയതുഃ പുത്രാൻ സ്വമാതരസ്താസ്തു പ്രാണാം സ്തന്വയിവോക്തിതാഃ ആരോപ്യാംഗേ അഭിഷിഞ്ചന്ത്യോ ബാഷ്പൗഘൈർവിജഹുഃ ജടാ നിർമുച്യ വിധിവത് കുലവൃദ്ധൈ സമം ഗുരുഃ അഭ്യഷിഞ്ചത്യഥൈവേന്ദ്രം ചതുസ്സിന്ധുജലാദിഭിഃ ഏവം കൃതശിരസ്നാനഃ സുവാസാസ്രഗ്വ്യലങ്കൃതഃ സ്വലങ്കൃതൈ സുവാസോഭിഃ ഭ്രാതൃഭിർഭാര്യയാ ബഭൗ അഗ്രഹീദാസനം ഭ്രാത്രാ പ്രണിപത്യ പ്രസാദിതഃ പ്രജാസ്വധർമ്മനിരതാ വർണ്ണാശ്രമഗുണാന്വിതാഃ ജുഗോപ പിതൃവദ്രാമോ മേനിരേ പിതരം ച തം
ത്രേതായാം വർത്തമാനായാം കാലകൃതസമോഭവത് രാമേ രാജനി ധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ വനാനി നദ്യോ ഗിരയോ വർഷാണി ദ്വീപസിന്ധവഃ സർവേ കാമദുഘാ ആസൻ പ്രജാനാം വരദർശഭ നാദിവ്യാധിജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഃ മൃത്യുശ്ചാനിച്ഛതാമാസീദ്രേമേ രാമേ രാജന്യതോക്ഷജേ ഏകപത്നീ വ്രതധരോ രാജർഷിചരിതശുചിഃ സ്വധർമ്മം ഗൃഹമേദീയം ശിക്ഷയൻ സ്വയമാചരത് പ്രേമ്ണാനുവൃത്യാ ശീലേന പ്രശ്രയാവനതാ സതി ദിയാ ഹ്രിയാ ച ഭാവജ്ഞാ ഭർത്തുഃ സീതാഹരന്മനഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൂര്യവംശ നിരൂപണ പ്രകരണേ ശ്രീരാമപ്രാദുർഭാവ നിരൂപണം നാമ ദശമോऽധ്യായഃ. നാരായണ നാരായണ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. നാരായണ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം, സുസ്വാഗതം. നമുക്ക് ഗട്വാങ്കന് ശേഷം ഉള്ള ഇക്ഷ്വാകുവംശം വർണ്ണിക്കുന്നതിലേക്ക് പ്രവേശിക്കാം, രാമാവതാരത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ പറഞ്ഞ കഥകളിലേക്ക് ഇനി വീണ്ടും പോകുന്നില്ല. ഗട്വാങ്കന്റെ ചരിതമൊക്കെ വീണ്ടും കേൾക്കേണ്ടവർ ഇന്നലത്തെ ക്ലാസ് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യുക, അല്ലേ? വീണ്ടും വീണ്ടും കാണുക. നമുക്ക് 10-ാം അധ്യായം ആരംഭിക്കാം. ശ്രീശുക ഉവാച ഗട്വാംഗാ ദീർഘബാഹുശ്ച രഘുസ്തസ്മാത് പൃഥുസ്രവാഃ അജസ്തതോ മഹാരാജഃ തസ്മാത് ദശരഥോപവത്. ശ്രീശുക ഉവാച ഗട്വാംഗാ ദീർഘബാഹുശ്ച രഘുസ്തസ്മാത് പൃഥുസ്രവാഃ അജസ്തതോ മഹാരാജഃ തസ്മാത് ദശരഥോഭവത്. ശ്രീശുക ഉവാച. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് രാജാവിന് സൂര്യവംശ കഥനം തുടരുകയാണ്. ഗട്വാങ്കന്റെ കഥ വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. ആ ഗട്വാങ്കനിൽ നിന്ന് തുടരുകയാണ്. ഗട്വാങ്കാത് ദീർഘബാഹുശ്ച. ഗട്വാങ്കനിൽ നിന്ന് ദീർഘബാഹു എന്നുള്ളതായിട്ടുള്ള രാജാവുണ്ടായി. രഘുഹു തസ്മാത് പൃഥുസ്രവാഃ. പൃഥുസ്രവാഃ രഘുഹു തസ്മാത്. തസ്മാത് എന്ന് പറഞ്ഞാൽ ദീർഘബാഹോഹോ. ദീർഘബാഹുവിൽ നിന്ന് രഘുഹു, രഘു എന്നുള്ള പ്രശസ്തനായവൻ എന്ന് സൂചിപ്പിക്കാനാണ് പൃഥുസ്രവാഃ. പൃഥുവായ ശ്രവണത്തോടു കൂടിയവൻ എന്ന് വെച്ചാൽ വലിയ യശസ്സോടു കൂടിയവൻ എന്നർത്ഥം. നല്ലപോലെ പേര് കേട്ടവൻ. അതുകൊണ്ടാണ് ഈ വംശത്തിന് രഘുവംശം തന്നെ പിന്നീട് പേര് വരുന്നത്.
ഇക്ഷ്വാകുവംശത്തിൽ പിന്നീടുണ്ടായ ഒരു മഹാനാണ് രഘു. അതുകൊണ്ട് ആ വംശത്തിന് രഘുവംശം എന്ന് പേരുണ്ടായി. കാളിദാസൻ രഘുവംശം എന്നുള്ളതായിട്ടുള്ള തന്റെ മഹാകാവ്യത്തിലൂടെ ആ രഘുവിന്റെ മാഹാത്മ്യം വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മഹാകവികളാലെല്ലാം വർണ്ണിക്കപ്പെട്ടതായിട്ടുള്ള ചരിത്രമാണ് രഘുവിന്റെ. അതുകൊണ്ട് പൃഥുസ്രവാഹ, വളരെ പ്രശസ്തനായിരിക്കുന്ന രഘു. അതിനുശേഷമാണ് പിന്നീട് ഈ വംശത്തിലുള്ളവരൊക്കെ രാഘവന്മാരായി തീർന്നത്. രാഘവന്മാരൊക്കെ രഘുവിന്റെ പിന്തുടർച്ച അവകാശികളാണ്. പുത്ര പൗത്ര പ്രപൗത്രന്മാരൊക്കെ രാഘവന്മാരാണ്. ദശരഥനും രാഘവനാണ്, ലക്ഷ്മണനും രാഘവനാണ്, ഭരതനും രാഘവനാണ്, ശത്രുഘ്നനും രാഘവനാണ്, ലവകുശന്മാരും രാഘവന്മാർ തന്നെയാണ്. പക്ഷെ എപ്പോഴും രാഘവൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് സ്ട്രൈക്ക് ചെയ്യുക ശ്രീരാമചന്ദ്ര പ്രഭു. കാരണം രഘുവംശത്തിൽ ഏറ്റവും പിന്നീട് പ്രശസ്തനായിട്ടുള്ള രാഘവൻ രാമനായതുകൊണ്ട്. പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും വായിക്കുമ്പോൾ സന്ദർഭത്തിൽ നോക്കിയിട്ട് വേണം അത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ഏത് രാഘവനെ ഉദ്ദേശിച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് അവിടെ നോക്കി വേണം തീരുമാനിക്കാൻ. രാമന്റെ കഥ തന്നെയാണ് പറയണതെങ്കിൽ രാമൻ തന്നെയാണ് അവിടെ രാഘവൻ. ചിലപ്പോൾ ദശരഥനെ സൂചിപ്പിച്ചുകൊണ്ട് രാഘവൻ എന്ന് പറയും, ലക്ഷ്മണനെ സൂചിപ്പിച്ചുകൊണ്ട് രാഘവൻ എന്ന് പറയും. നോക്കി മനസ്സിലാക്കണം. അപ്പൊ രാഘവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും രാമൻ എന്ന് അർത്ഥമില്ല. രഘുവംശത്തിൽ വന്നു പറഞ്ഞ തലമുറകളൊക്കെ രാഘവന്മാരാണ്. അപ്പോ രഘുസ്തസ്മാത് പൃഥുസ്രവാഹ അജഹ തതോ മഹാരാജഃ തതഃ അജഹ മഹാരാജഃ, അജമഹാരാജാവ്, അജൻ എന്നു പേരുള്ള മഹാരാജാവ് ഉണ്ടായി അർത്ഥം. തസ്മാത് ദശരഥോ അഭവത്, അവനിൽ നിന്ന് ദശരഥൻ ഭവിച്ചു. അപ്പൊ അജമഹാരാജാവിന്റെ പുത്രനാണ് ദശരഥ മഹാരാജാവ്. മുമ്പൊരു ദശരഥ മഹാരാജാവിനെ കുറിച്ച് ഈ വംശത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ദശരഥൻ ഒന്നാമൻ, ഇത് ദശരഥൻ രണ്ടാമൻ. അപ്പോ ആ ദശരഥൻ ജനിച്ചു. എന്നിട്ട് പറയുന്നു, തസ്യാപി ഭഗവാനേഷഃ സാക്ഷാത് ബ്രഹ്മമയോ ഹരിഃ അംശാംശേന ചതുർധാഗാത് പുത്രത്വം പ്രാർത്ഥിതഃ സുരൈഃ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നാ ഇതി സംജ്ഞയാ. തസ്യാപി ഭഗവാനേഷഃ സാക്ഷാത് ബ്രഹ്മമയോ ഹരിഃ അംശാംശേന ചതുർധാഗാത് പുത്രത്വം പ്രാർത്ഥിതഃ സുരൈഃ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നാ ഇതി സംജ്ഞയാ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. അയോധ്യാവാസി രാമലല്ലാ കീ ജയ്. രാമലല്ല. ഹരിയോ നാരായണ. രാമലല്ല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭാഗവതത്തിന്റെ ബുക്ക് മാർക്ക് രാമലല്ലയാണ്. നാരായണ. തസ്യാപി ഭഗവാൻ ഏഷഃ സാക്ഷാത് ബ്രഹ്മമയോ ഹരിഃ. സാക്ഷാത് ബ്രഹ്മമയഃ ഭഗവാൻ ഹരിഃ. ബ്രഹ്മമയഃ ബ്രഹ്മസ്വരൂപഃ. ഇപ്പൊ ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ, സർവൈശ്വര്യ പരിപൂർണനായ സാക്ഷാൽ ഹരിഃ. ഏഷഃ സാക്ഷാത് ഹരിഃ. ഈ സാക്ഷാൽ ഹരി തന്നെയാണ് സുരൈഃ പ്രാർത്ഥിതഃ, ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട്. കഥയൊക്കെ നമുക്കറിയാം അല്ലേ? ഭൂമിയുടെ ഭാരം താങ്ങാൻ വയ്യാതെ ആരെക്കൊണ്ട്? രാവണ കുംഭകർണാദി ദുഷ്ടരാക്ഷസന്മാരെ കൊണ്ട് ഭൂമി പീഡിതയാവുന്നു. അതുപോലെ ദേവന്മാരെല്ലാവരും പീഡിതരായിരിക്കുന്നു. ശ്വാസം മുട്ടിയിട്ട് എല്ലാവരും കൂടി ചെന്ന്, ബ്രഹ്മദേവനും മഹാദേവനും കൂടെ ചെന്ന് പാലാഴിയിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ അവരോടൊക്കെ അരുളി ചെയ്തു, ഞാൻ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തീർത്തു തരുന്നുണ്ട്,
ദശരഥപുത്രനായി ഞാൻ ഭൂമിയിൽ മനുഷ്യനായി രാമനായി ജനിക്കും. എന്റെ അംശങ്ങളായി ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരും കൂടെയുണ്ടാവും. നിങ്ങളും ദേവന്മാരെല്ലാം അംശം കൊണ്ട് ഭൂമിയിലെ വാനരന്മാരും മറ്റുമായി എന്നെ സഹായിക്കാനായിട്ട് ജനിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. അത് അനുസരിച്ച് അതാണ് പുത്രത്വം പ്രാർത്ഥിത സുരൈഹി. സുരൈഹി പ്രാർത്ഥിത, സുരന്മാരാൽ പ്രാർത്ഥിതനായിട്ട് ആ തസ്യാപി എന്ന് പറഞ്ഞാൽ തസ്യ എന്ന് പറഞ്ഞാൽ ദശരഥസ്യാപി, ആ ദശരഥസ്യ എന്തായി അംശാംശേന തസ്യാപി ചതുർദാ പുത്രത്വം അഗാഗ്. ആ ദശരഥന് ചതുർദ എന്ന് പറഞ്ഞാൽ 4 പ്രകാരത്തിൽ 4 രൂപങ്ങളായിട്ട് ഏകദ ദ്വിധ ത്രിധ ചതുർധ. അപ്പോ ഒരു പ്രകാരത്തിൽ എന്ന് പറയാൻ ഏകധ, 2ആയിട്ട് ദ്വിധ, 3ആയിട്ട് ത്രിധ, 4ആയിട്ട് ചതുർധ, 5ആയിട്ട് പഞ്ചധ, അങ്ങനെ പോകും. അപ്പൊ ഇവിടെ ചതുർധ 4ആയിട്ട് 4 ഭാഗങ്ങളായിട്ട് 4 വിധത്തിൽ പുത്രത്വം അഗാദ്, അംശാംശം കൊണ്ട് തന്റെ അംശങ്ങളെ കൊണ്ട് ഈശ്വരന്റെ അംശങ്ങളെ കൊണ്ട് വിഷ്ണുവിന്റെ അംശങ്ങളെ കൊണ്ട് പുത്രത്വം അഗാദ്, പുത്രത്വത്തെ ഗമിച്ചു പ്രാപിച്ചു എന്നർത്ഥം. ഇപ്പൊ ദേവന്മാരാൽ പ്രാർത്ഥിതനായി ദശരഥന്റെ പുത്രന്മാരായി 4 പേരായി ഭഗവാൻ ഭവിച്ചു. തന്റെ തന്നെ ശക്തികളായ ആദിശേഷൻ ലക്ഷ്മണനായും ശംഖ ഭരതനായും ചക്രം എന്താണ് മറ്റേ ലക്ഷ്മണനായിട്ടും അഗ്നിതത്വമായ ചക്രം ശത്രുഘ്നനായിട്ടും, ശത്രുക്കളെ ഹനിക്കുന്ന അഗ്നിയാണ് സുദർശനമാണ് ശത്രുഘ്നൻ. അതുപോലെ ഭരതൻ ശംഖതത്വമാണ്, അതാണ് കൂടൽമാണിക്യം. ഭരതക്ഷേത്രത്തില് ഏറ്റവും പ്രധാന വഴിപാട് താമരമാലയാണ് അല്ലെ. മഴ പെയ്യാതിരിക്കാനും മഴ പെയ്യാനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സംഗമേശ്വരനെ പ്രാർത്ഥിച്ച സംഗമേശ്വരൻ കൂടൽ മാണിക്യ സ്വാമിക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേര് സംഗമേശ്വരൻ. കൂടൽ സംഗമം. അപ്പോ ആ ഭരതസ്വാമി ജലതത്വമാണ്. ശംഖം എന്നാൽ ജലതത്വമാണ്. ഭഗവാന്റെ വിഷ്ണുവിന്റെ കയ്യിലുള്ള ഓരോ ആയുധങ്ങളും ആഭരണങ്ങളും ഒക്കെ ഓരോ തത്വങ്ങളാണെന്ന് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജലതത്വമാണ് ശംഖം, അഗ്നിതത്വമാണ് ചക്രം, ഭൂമിതത്വമാണ് കൗമോദകി, വായുതത്വമാണ് അദ്ദേഹത്തിന്റെ കയ്യിലെ വാള്, ആകാശതത്വമാണ് താമര, മായാതത്വമാണ് വനമാല. ഇങ്ങനെ പല ഭാവനകളുണ്ട്, പല തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ അതിൽ ജലതത്വം അതാണ് ശംഖം. ജലത്തിലുണ്ടാവുന്നതാണ് ശംഖം, ജലജമാണ് ശംഖം. അതിൽ നിന്നുണ്ടാകുന്നത് നാദം എന്ന് പറയുന്നു. അത് നദത്തെ സംബന്ധിച്ചതാണ് നാദം. നദം എന്ന് പറഞ്ഞാൽ ജലാശയം എന്നാണ് അർത്ഥം. അപ്പൊ ജലാശയം, നദം, നദി, അതിൽ നിന്നുണ്ടാകുന്നത് നാദം. അപ്പോ ആ നാദസ്വരൂപമായിരിക്കുന്ന ശബ്ദബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ജലതത്വമായിരിക്കുന്ന ശംഖമാണ് ഭരതൻ. അപ്പൊ പ്രകൃതിയിലെ ജലത്തെ നിയന്ത്രിക്കാനായിക്കൊണ്ട് അഥവാ മഴയെ നിയന്ത്രിക്കാനായിക്കൊണ്ട് ആ ഭരതസ്വാമിയോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ അത് ഫലിക്കുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അനുഭവസ്ഥരാണ് പറയുന്നത്, അനുഭവമാണ് അവിടെ. അതുകൊണ്ട് വലിയൊരു ജലാശയവുമുണ്ട്. ഇരിഞ്ഞാലക്കുടയിലെ ക്ഷേത്രത്തിലെ വലിയ ഏക്കർ കണക്കിന് 16 ഏക്കറോ മറ്റോ വിസ്താരമേറിയതാണ് അവിടുത്തെ കുളം. വലിയ ജലാശയമാണ്, പോയിട്ടുള്ളവരെ ശ്രദ്ധിക്കുക. അതുപോലെ താമര എന്നുള്ളത് ജലത്തിൽ നിന്നുണ്ടാകുന്ന പുഷ്പമാണ്, ജലജം. ആ ജലജം കൊണ്ട് ശംഖമൂർത്തിയായ സംഗമേശ്വരന് മാല. ഇതാണ് അതിന്റെ തത്വം. അപ്പൊ ഭഗവാൻ ജലതത്വമായിരിക്കുന്ന ആ ഭരതസ്വാമി നമ്മൾക്ക്
ജലത്തിന്റെ ബാധയില്ലാതെ സംരക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുന്നത്. ഓം സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നായി സംജ്ഞയാ, എങ്ങനെയാണ് 4 രൂപം സ്വീകരിച്ചത് ഭഗവാൻ? ഏതൊക്കെ സംജ്ഞകളോടുകൂടി? സംജ്ഞ എന്ന് പറഞ്ഞാല് നാമധേയം, അറിയപ്പെടുന്നതായിട്ടുള്ള ഭാവം. അപ്പൊ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇതി സംജ്ഞയാ, ഇങ്ങനെ 4 പേരോടുകൂടി ഭഗവാൻ വിഷ്ണു 4 രൂപങ്ങൾ എടുത്തു എന്ന് രാമാവതാരത്തെ സൂചിപ്പിച്ചു. തസ്യാനുചരിതം രാജൻ ഋഷിഭിസ്തത്വദർശിഭിഃ ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹുഃ. തസ്യാനുചരിതം രാജൻ ഋഷിഭിസ്തത്വദർശിഭിഃ ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹുഃ. തസ്യ അനുചരിതം രാജൻ ഋഷിഭിഃ തത്വദർശിഭിഃ ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹുഃ. അപ്പോ ഹേ രാജൻ, പരീക്ഷിത് രാജാവേ, തസ്യ അനുചരിതം, തസ്യ മീൻസ് രാമസ്യ, ആ രാമന്റെ അനുചരിതം, വിസ്തരിച്ച ചരിതം, തുടർച്ചയായിട്ടുള്ള ചരിതം, തത്വദർശിഭിഃ ഋഷിഭിഃ ശ്രുതം ഹി വർണ്ണിതം, തത്വദർശികളായ ഋഷികളാൽ, ഇവിടെ വാൽമീകി മുതലായിട്ടുള്ള ഋഷീശ്വരന്മാരാൽ എന്നർത്ഥം. അപ്പൊ തത്വദർശികളായ ഋഷികളാൽ, വാൽമീകി മുതലായ ഋഷികളാൽ ഭൂരി വർണ്ണിതം, നല്ലതുപോലെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതാണ് സീതാപതേഹേ തസ്യ ചരിതം, സീതാപതിയായ ആ ഭഗവാന്റെ ചരിത്രം. അത് ത്വയാ മുഹുഹു ശ്രുതം ഹി, തീർച്ചയായിട്ടും അങ്ങയാൽ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, ഉറപ്പാണ്, കേൾക്കാതിരിക്കാൻ വഴിയില്ല. അതാണ്, അതുകൊണ്ടാണ് ഇവിടെ ചുരുക്കി പറയാൻ പോകുന്നത്. അങ്ങ് പല പ്രാവശ്യം ത്വയാ മുഹുഹു ശ്രുതം ഹി. അപ്പോ പരീക്ഷത്ത് രാജാവിനോട് സുഖബ്രഹ്മർഷി പറയണം, അങ്ങ് തീർച്ചയായിട്ടും ഈ രാമായണ കഥ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് പരീക്ഷത്തിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ബാധകമാണ് ഈ പറഞ്ഞത്. നമ്മളെല്ലാം പല പ്രാവശ്യം കേട്ട് കാണണം, കേട്ടിട്ടുണ്ടാവണം. കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഭാരതഭൂമിയിൽ മനുഷ്യരായി ജനിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. ഈ ഭാരതഭൂമിയിൽ മനുഷ്യരായി ജനിച്ചിട്ട്, അത് ഹിന്ദു ആണെന്ന് പോലും നിർബന്ധമില്ല, ബാക്കി മതസ്ഥർക്ക് പോലും രാമായണം അറിയാം. ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിക്കുക, അവർ രാമായണം വിസ്തരിച്ച് പറഞ്ഞു തരും. ക്രിസ്ത്യൻ പാതിരികളോട് ചോദിച്ചു നോക്കൂ, അവരും പറഞ്ഞു തരും രാമായണം. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ധാരാളം അറിയാം. അപ്പൊ പിന്നെ ആരെങ്കിലും രാമായണം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാല് അത് എന്താ പറയുക, ഹിന്ദു എന്ന് പറയുന്നതിന് ഏറ്റവും അപമാനമാണ്. ഞാൻ ഹിന്ദുവായിട്ട് ഈ ഭാരതഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് അപമാനമാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ പോലും രാമായണം പ്രശസ്തമാണ്. ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ശ്രീലങ്കയിലും ചൈനയിലും ജപ്പാനിലും ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും രാമായണ കഥ എല്ലാവർക്കും അറിയാം. എല്ലായിടത്തും പഠന വിഷയം കൂടിയാണ്. അപ്പോ നമുക്കാണ് അതിനെക്കുറിച്ച് തീരെ വിലയില്ലാത്തത്. നമ്മുടെ രാഷ്ട്രീയക്കാരതിനെ ഏറ്റവും അധികം അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്ത് നമ്മുടെ തലമുറകൾക്ക് അതിൽ ശ്രദ്ധയില്ലാതെ ആയി. രാമായണം വേണ്ട പോലെ ശ്രവിച്ചാൽ ഇവിടുത്തെ അധർമ്മമെല്ലാം കുറയും, ഇവിടുത്തെ കൊള്ളരുതായ്മകളെല്ലാം കുറയും. പക്ഷെ അതിനെ കേൾക്കാൻ സമ്മതിക്കില്ല, അതിനെ നിന്ദിക്കുകയാണ് ഇവിടെയുള്ളവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുക. അപ്പൊ എന്തായാലും പരീക്ഷിത്ത് രാജാവിനോട് പറയുന്നു, അങ്ങ് അനേക പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ടാവും, പലരാലും വർണ്ണിക്കപ്പെട്ടിട്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി ഒരു ശ്ലോകം കൊണ്ട് രാമായണ കഥയെ ചുരുക്കി പറഞ്ഞു. ഏക ശ്ലോകീ രാമായണം എന്ന് പറയാ ഈ 4-ാം ശ്ലോകത്തെ, അല്ലേ? ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം
സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം എന്ന് ഏകശ്ലോക രാമായണം എല്ലാവർക്കും അറിയാം. അതേപോലൊരു ഏകശ്ലോക രാമായണമാണ് 4-ാം ശ്ലോകം ഭഗവാനെ സ്തുതിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരുവർത്തേ തെക്തരാജ്യോ വ്യചരദനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപദരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണഖ്യാഃ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ദിഃ ബദ്ധസേതുഃ ഖലദവദഹനഃ കോസലേന്ദ്രോ വദാന്നഃ. രാമായണം മുഴുവൻ ചുരുക്കി പറഞ്ഞു. ഗുരുവർത്തേ തെക്തരാജ്യോ വ്യചരദനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപദരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണഖ്യാഃ പ്രിയവിരഹരുഷാരോപിത ഭ്രൂവിജൃംഭത്രസ്താബ്ദിഃ ബദ്ധസേതുഃ ഖലദവദഹനഃ കോസലേന്ദ്രോ വദാന്നഃ. ഒരു പ്രാർത്ഥനാരൂപത്തില് കോസലേന്ദ്ര അവതാത് നഹ, കോസലേന്ദ്രനായ ശ്രീരാമചന്ദ്ര പ്രഭു നഹ അവതാത് അസ്മാൻ രക്ഷതു, നമ്മളെ രക്ഷിക്കട്ടെ. അവതാത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കട്ടെ എന്നാണ്. ആരെ രക്ഷിക്കട്ടെ? നഹ അസ്മാൻ, നമ്മളെ. ഒരു പ്രാർത്ഥനയാണ്. കോസലേന്ദ്രൻ, കോസലം എന്നുള്ളത് സാമ്രാജ്യത്തിന്റെ പേരാണ്. അയോധ്യ അതിന്റെ തലസ്ഥാനമാണ്. സാകേതം എന്നുള്ളത് അവിടുത്തെ പുരിയാണ്, കൊട്ടാരമാണ്. അങ്ങനെ സാകേതപുരി, അയോധ്യ നഗരി, കോസല സാമ്രാജ്യം, ഇതാണ് എന്താ പറയുക ഇവരുടെ സൂര്യവംശ രാജാക്കന്മാരുടെയൊക്കെ ഭരണ കേന്ദ്രം. അപ്പോ ആ കോസലേന്ദ്രൻ, കോസലപുരിയുടെ ഇന്ദ്രൻ, കോസലപുരിയുടെ ചക്രവർത്തി രാജാവ് നഹ അവതാത്, നമ്മെ രക്ഷിക്കട്ടെ. അപ്പോ എന്തൊക്കെ ചെയ്തവൻ ആ കോസലേന്ദ്രൻ? കോസലേന്ദ്ര കീദൃശ, എപ്രകാരമുള്ളവനാണ് ഈ കോസലേന്ദ്രൻ? അതിന് വിശേഷണങ്ങളാണ്. ഗുരുവർത്തേ തെക്തരാജ്യ, അതിനെ ഒന്നുകൂടെ വിശേഷിപ്പിച്ചു. വ്യചരദനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ പ്രാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപദരുജഃ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണഖ്യാഃ പ്രിയവിരഹരുഷാരോപിത ഭ്രൂവിജൃംഭത്രസ്താബ്ദിഃ ബദ്ധസേതുഃ ഖലദവദഹനഃ. അങ്ങനെ എന്താ പറയുക, പ്രഥമാ വിഭക്തിയിൽ അവസാനിപ്പിക്കുന്നതൊക്കെ രാമന്റെ വിശേഷണം. അതിന് അനുബന്ധമായിട്ടുള്ള കഥകൾ അതിനോട് ചേർത്ത് അന്വയിച്ച് പറഞ്ഞിരിക്കണം. അപ്പൊ ഗുരുവർത്തേ തെക്തരാജ്യ, ഗുരുവർത്തേ എന്ന് പറഞ്ഞാൽ ഗുരു അർത്ഥേ, ഗുരുവിന് ആയിക്കൊണ്ട്. ഇവിടെ ഗുരു ശബ്ദത്തിന് അച്ഛൻ എന്ന അർത്ഥത്തിലാണ്. അച്ഛനും അമ്മയും ആദ്യത്തെ ഗുരുവാണ്. മുതിർന്നവരൊക്കെ ഗുരുക്കന്മാരാണ്. പിതൃക്കളും പിതാമഹന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഗുരുക്കന്മാരാണ്. അപ്പൊ ഇവിടെ ഗുരുവർത്തേ എന്ന് പറഞ്ഞാൽ പിത്രാർത്ഥേ എന്ന അർത്ഥത്തില് പിതാവിന് വേണ്ടി തെക്തരാജ്യ, രാജ്യത്തെ ത്യജിച്ചവനായിട്ട്. അപ്പൊ അച്ഛന്റെ വാക്കിനെ സത്യമാക്കി തീർക്കാനായിക്കൊണ്ട് മകനായ രാമൻ രാജ്യം ത്യജിക്കുന്നു. എന്നിട്ടോ വ്യചരത് അനുവനം, അനുവനം വ്യചരത്, വനങ്ങൾ തോറും സഞ്ചരിച്ചു, വിചരിച്ചു. എങ്ങനെയുള്ള കാലുകളെ കൊണ്ട്? പത്മപദ്ഭ്യാം, പത്മപദ്ഭ്യാം എന്ന് പറഞ്ഞാൽ താമര പോലെയുള്ള പാദങ്ങളെ കൊണ്ട്. ഭഗവാന്റെ പാദങ്ങൾ താമര പോലെ മൃദുവാണ്. ആ മൃദുവായിട്ടുള്ള പാദങ്ങളെ കൊണ്ട് കഠിനങ്ങളായ കല്ലും മുള്ളും നിറഞ്ഞ കാനനങ്ങളിൽ സഞ്ചരിച്ചു.
ആ പാദത്തിന്റെ മൃദുത്വത്തെ ഉറപ്പിക്കാനായിട്ടാണ് പ്രിയായാഹ പാണിസ്പർശ അക്ഷമാഭ്യാം എന്നൊന്നുകൂടെ പറഞ്ഞത്. പത്മപദ്ഭ്യാം എന്നുള്ളതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പ്രിയായാഹ പാണിസ്പർശ അക്ഷമാഭ്യാം, തന്റെ പ്രിയയായ സീതാദേവിയുടെ പാണിസ്പർശം പോലും ക്ഷമിക്കാത്തത് അക്ഷമം എന്ന് പറഞ്ഞാലോ, സീതയുടെ പാണി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മൃദുവായിട്ടുള്ളത്. സീതാദേവി തന്നെ മൊത്തത്തില് ലക്ഷ്മീ ദേവിയുടെ രൂപമാണ്, ലക്ഷ്മീ ദേവി തന്നെയാണ്. ആ ലക്ഷ്മീ ദേവിയായിരിക്കുന്ന സീതയുടെ കൈകൾ എത്ര തളിര് പോലെയുള്ളതായിരിക്കും. ആ തളിര് പോലെയുള്ള ആ പാണിസ്പർശം പോലും സഹിക്കാൻ കഴിയാത്തതാണ് രാമന്റെ പാദകമലങ്ങൾ എന്ന് പറയുമ്പോൾ സീതാദേവി ഒന്ന് സ്പർശിക്കുമ്പോഴേക്കും അത് തുടുക്കും. അതിന്റെ നാച്ചുറലായിട്ട് അത് തുടുപ്പാണ്. സീതാദേവി ഒന്ന് സ്പർശിച്ചാൽ ഒന്ന് മൃദുവായിട്ട്, ഭർത്താവിന് വേദനിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് വളരെ മൃദുവായിട്ടൊന്ന് തലോടി കൊടുക്കുമ്പോൾ പോലും അത് ഒന്നുകൂടെ ചുവക്കും. അങ്ങനെ തന്റെ പത്നിയുടെ ആ സീതാദേവിയുടെ പാണിസ്പർശം പോലും ക്ഷമിക്കുവാൻ കഴിവില്ലാത്ത അത്രയും മൃദുവായിരിക്കുന്ന കോമളമായിരിക്കുന്ന പാദകമലങ്ങളെ കൊണ്ടാണ് അനുവനം വ്യചരത്, വനങ്ങൾ തോറും സഞ്ചരിച്ചത്. എന്നിട്ടോ എന്ത് ചെയ്തു? ഹരീന്ദ്രാനുജാഭ്യാം മൃജിത പദരുജ. ഭഗവാന് സഞ്ചാരമാർഗത്തില് വിഷമങ്ങളുണ്ട്. പദരുജ എന്ന് പറഞ്ഞാൽ പഥ ശബ്ദം പന്ഥാനം, വഴി. രുചഹ എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെ അർത്ഥം. രുക്ക് എന്നുള്ള ശബ്ദത്തിന്റെ ബഹുവചനമാണ് രുചഹ. അതിന്റെ ഷഷ്ടി ആണ് ഇവിടെ. അല്ല, ഇവിടെ പ്രഥമയിലാണ്. പദരുചഹ, മൃജിത പദരുചഹ, മാർജനം ചെയ്യപ്പെട്ട മാർഗഖേദത്തോടു കൂടിയവൻ. മാർജനം ചെയ്യപ്പെട്ടത് ആരാലാണ്? ഹരീന്ദ്രാനുജാഭ്യാം, ഹരീന്ദ്രനാലും അനുജനാലും. ഹരീന്ദ്രൻ ആരാണ്? വാനരേന്ദ്രൻ സുഗ്രീവൻ. അനുജനാരാണ്? ലക്ഷ്മണൻ. അപ്പൊ സുഗ്രീവനാലും ലക്ഷ്മണനാലും ആശ്വസിപ്പിക്കപ്പെട്ടുകൊണ്ട് എന്നർത്ഥം. വിഷമിച്ച് സീതാന്വേഷണം ചെയ്യുന്നതായിട്ട് സന്ദർഭത്തില് ആകെ ആശ്വാസമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് സുഹൃത്തായ സുഗ്രീവനും അനുജനായ ലക്ഷ്മണനും. അങ്ങനെ ഹരീന്ദ്ര അനുജാഭ്യാം, ഹരീന്ദ്രനാലും അനുജനാലും മൃജിത പദരുചഹ, മൃജിതം മാർജനം കൃതം, തുടച്ചു നീക്കപ്പെട്ടത്, ആശ്വസിപ്പിക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. എന്താണ് പദരുചഹ? ആ യാത്രാ ദുഃഖങ്ങൾ, യാത്രാക്ലേശങ്ങൾ, വഴിയിലുണ്ടായ ദുഃഖങ്ങൾ എന്നൊക്കെ അർത്ഥം. മാർഗഖേദങ്ങൾ. അപ്പൊ അതൊക്കെ ഇവര് രണ്ടുപേരും ആശ്വസിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ വൈരൂപ്യാത് ശൂർപ്പണക്യാഹ പ്രിയ വിരഹരുഷാരോപിത ബ്രൂവിജൃംഭത്രസ്താബ്ധി. ഇവിടെ ശൂർപ്പണക്യാഹ വൈരൂപ്യാത്, ശൂർപ്പണഖിയുടെ, ശൂർപ്പണഖി എന്ന് പറഞ്ഞാൽ മുറം പോലെ നഖത്തോടു കൂടിയവൾ, ശൂർപ്പണഖ എന്നും പറയും, ശൂർപ്പണഖി എന്നും പറയും. ആ ശൂർപ്പണഖി ശബ്ദത്തിന്റെ തൃതീയാണ് ശൂർപ്പണഖ്യ. അവിടെ തൃതീയല്ല, അവിടെ പഞ്ചമി അല്ല ഷഷ്ടി. ശൂർപ്പണഖ്യാഹ, ശൂർപ്പണഖയുടെ എന്നർത്ഥത്തില്. ശൂർപ്പണഖയുടെ വൈരൂപ്യാത്, വിരൂപമാക്കപ്പെട്ടത് കാരണമായിട്ട്. മൂക്കും കാതും ഛേദിക്കപ്പെട്ടതുകൊണ്ട്. മുല ഛേദിച്ചിട്ടില്ല. മുല ഛേദിച്ചതായിട്ട് വാൽമീകി രാമായണത്തിലില്ല. നമ്മുടെ എഴുത്തച്ഛനെ പറ്റിയ ഒരു എന്താ പറയുക, കയ്യബദ്ധമെന്നോ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. കാരണം പാടില്ലാത്തതാണ്. വാൽമീകി പറയാത്തതിനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വാൽമീകി പറഞ്ഞത് മൂക്കും ചെവിയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലക്ഷ്മണൻ ഛേദിച്ച് കളഞ്ഞത് അഡീഷണൽ ആയിട്ട് മറ്റേ ഇദ്ദേഹമാണ്, എഴുത്തച്ഛനാണ് മറ്റു പല രാമായണങ്ങളിൽ നിന്നും ഉള്ള ആശയമായിട്ടുള്ള മുലകൾ ഛേദിച്ചു എന്നും കൂടി വരുത്തി തീർത്തത്. മുല ഛേദിച്ചിട്ടില്ല. അപ്പൊ ശൂർപ്പണഖ്യാഹ വൈരൂപ്യാത്, ശൂർപ്പണഖയുടെ വിരൂപണം ഹേതുവായിട്ടുണ്ടായ പ്രിയ വിരഹരുഷ, തന്റെ പ്രിയ സീതാദേവിയുടെ വിരഹം, അതിന്റെ രോഷം, അതിന്റെ കോപം എന്ന് വെച്ചാൽ ശൂർപ്പണഖയെ വിരൂപം ചെയ്തതോടുകൂടി ശൂർപ്പണഖ എന്ന ജ്യേഷ്ഠനെ ചെന്ന് കണ്ട് രാവണനോട് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ രാവണൻ മാരീചനെ അയച്ച് രാമലക്ഷ്മണന്മാരെ അകറ്റി സീതയെ അപഹരിച്ചു കൊണ്ടുപോയി.
അപ്പൊ ശ്രീരാമന് ആ വിരഹരോഷം ഉണ്ടായി. അതാണ് പ്രിയ വിരഹരുഷ, പത്നി വിരഹം നിമിത്തമുള്ള കോപവും 3 ദിവസം സേതുബന്ധനത്തിനായിക്കൊണ്ട് സേതുവിന്റെ അടുത്ത് ചെന്ന് ഉപവാസം അനുഷ്ഠിച്ചിട്ടും, എന്ന് വെച്ചാൽ സമുദ്രത്തിന്റെ അടുത്ത് ചെന്ന് ഉപവാസം അനുഷ്ഠിച്ചിട്ടും സമുദ്രം വഴി കൊടുത്തില്ല. അപ്പൊ എന്തായി? ആരോപിത ബ്രൂ വിജൃംഭത്രസ്താബ്ദി. ആരോപിത ബ്രൂ വിജൃംഭത്രസ്താബ്ദി. ആരോപിതം എന്ന് പറഞ്ഞാല് എന്തിനെ ആരോപണം ചെയ്തു? ബ്രൂവിനെ, പുരികത്തെ ആരോപണം ചെയ്യുക എന്ന് പറഞ്ഞാല് ഒന്ന് വളച്ചു എന്നർത്ഥം, കുടിലമാക്കി ചെയ്തു. അപ്പൊ പുരികക്കൊടി വളച്ചു ക്രോധം കൊണ്ട്. ഭാര്യാവിരഹത്തിന്റെ രോഷമാണ് അദ്ദേഹത്തിന് ക്രോധമുണ്ടാവാൻ കാരണം. 3 ദിവസം കഴിഞ്ഞപ്പോ സഹിച്ചില്ല. താൻ വരുണനോട് പ്രാർത്ഥിച്ചിട്ടും വരുണൻ വഴിമാറി കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ആരോപിത ബ്രൂ വിജൃംഭത്രസ്താബ്ദി, ആ പുരികങ്ങളുടെ വിജൃംഭം കൊണ്ട്, ചലനം കൊണ്ട്, ത്രസ്താബ്ദി, അബ്ദിയെ ത്രസിപ്പിച്ചു, സമുദ്രത്തെ ഇളക്കി മറിച്ചു. സമുദ്രം ഭയം കൊണ്ട് അല്ലെ സുനാമി പോലെ ആയിത്തീർന്നു എന്നൊക്കെ രാമായണം വർണ്ണിക്കുന്നുണ്ട്. അതിലുള്ള തിമിംഗിലങ്ങളും സ്രാവുകളും മുതലകളും എല്ലാം കടന്ന് കലങ്ങി മറിയുന്ന ഒരവസ്ഥ വന്നു ചേർന്നു. അതാണ് ത്രസ്താബ്ദി, അബ്ദിയെ ത്രസിപ്പിച്ചു, പേടിച്ച് വിറപ്പിച്ചു. അങ്ങനെ സമുദ്രത്തോട് കൂടിയവനും പിന്നീട് ബദ്ധ സേതു, സേതുബന്ധനം ചെയ്തവനും, സമുദ്രം പിന്നീട് വഴികൊടുത്തു. അങ്ങനെ സേതുബന്ധനം ചെയ്തവനുമായിട്ടുള്ള ഖലദവദഹന. ഖലദവം എന്ന് പറഞ്ഞാൽ ഖലന്മാരുടെ ദവം, ഖലന്മാരുടെ കാട്. ദവം എന്നാൽ കാടാണ്. അപ്പൊ ഖലദവം ദുഷ്ടന്മാരുടെ കാട്. അതിന് ദഹനനായിരുന്നു ആര്? രാമൻ. ദുഷ്ടന്മാരുടെ കാടിന് തീ, കാട്ടുതീ. അപ്പൊ ഒരു കാട്ടുതീ പോലെ രാക്ഷസന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞ കലതപദഹന യഹ കോസലേന്ദ്ര, ഏതൊരു കോസലാധിപനുണ്ടോ ആ കോസലാധിപൻ നഹ അവതാത്, നമ്മളെ രക്ഷിക്കട്ടെ എന്ന് യഹ എന്നൊരു പ്രയോഗമുണ്ട് ഇവിടെ അല്ലെ. യോ ഹരീന്ദ്രാനുജാഭ്യാം എന്ന് പറയുന്നിടത്ത് യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കോസലേന്ദ്രനാണോ ഇവരോടൊക്കെ കൂടി ചേർന്ന് സമുദ്രബന്ധനം ചെയ്ത്, സേതുബന്ധനം ചെയ്ത് ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ ഉന്മൂലനം ചെയ്തത്, കാട്ടുതീ പോലെ ദഹിപ്പിച്ചു കളഞ്ഞത്, ആ കോസലേന്ദ്രൻ നമ്മെ രക്ഷിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞു. ഇനി ഇതിനെ വിസ്തരിക്കുകയാണ് തുടർന്നുള്ള അധ്യായത്തിൽ മുഴുവനായിട്ട്. ഈ പറഞ്ഞതിനെ, ആദ്യം ചുരുക്കി പറഞ്ഞതിനെ ഇങ്ങനെ ചുരുക്കി പറഞ്ഞപ്പോ നമ്മുടെ പരീക്ഷത്ത് രാജാവ് വളരെ നിരാശയോടെയോ ആകാംക്ഷയോടെയോ സുഖബ്രഹ്മർഷിയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ, രാമായണൊക്കെ ഇത്രേ പറയാൻ പോകുന്നുള്ളൂ, പോരാ, എത്ര കേട്ടാലും എനിക്ക് മതിയാവില്ല, ഒന്നുകൂടെ എങ്കിലും വിസ്തരിച്ചു തരണം, വളരെ വിസ്തരിച്ചില്ലെങ്കിലും സാമാന്യമായിട്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്ന് ആ പരീക്ഷത്തിന്റെ ഭാവം കൊണ്ടോ ചിലപ്പോൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവാം. അതിപ്പോ എല്ലാ ചോദ്യങ്ങളും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തോളണമെന്നില്ല. പരീക്ഷത്തിന്റെ ചോദ്യങ്ങളെല്ലാം വ്യാസനവിടെ അക്ഷരം പ്രതി എഴുതി വെക്കണം എന്നില്ല. ആ ഭാവം നമുക്ക് മനസ്സിലാകാം. അതിൽ നിന്ന് ശുഖബ്രഹ്മർഷി ആ പരീക്ഷത്തിന് തൃപ്തിയായില്ല എന്ന് തോന്നിയിട്ട് പരീക്ഷത്തിന്റെ ജിജ്ഞാസ കണ്ടിട്ട് വിസ്തരിക്കുകയാണ്. ഇത് കേട്ടിട്ട് മതിയായെങ്കിൽ നമുക്ക് നിർത്താം അല്ലെ? നമുക്ക് മതിയായോ? അപ്പൊ ഒറ്റ ശ്ലോകത്തിലൂടെ ഏകശ്ലോകി രാമായണം പറഞ്ഞ് ഇനി അതിനെ പരത്തുകയാണ് ശുഖബ്രഹ്മർഷി തന്നെ സ്വയം ചെയ്യുന്നത്. വിശ്വാമിത്രാധ്വരേയേന മാരീചാദ്യാ നിശാചരാഃ പശ്യതോ ലക്ഷ്മണസ്യൈവ ഹതാ നൈഋതപുംഗവാഃ. വിശ്വാമിത്രാധ്വരേയേന മാരീചാദ്യാ നിശാചരാഃ പശ്യതോ ലക്ഷ്മണസ്യൈവ ഹതാ നൈഋതപുംഗവാഃ. അപ്പൊ ഇനി ആദ്യം ഒന്ന് ബാലകാണ്ഡത്തിലെ കഥകളായിട്ട് ആരംഭിക്കുന്നു. വിശ്വാമിത്രാധ്വരേ, വിശ്വാമിത്രന്റെ അധ്വരത്തിൽ, അധ്വരം എന്നാൽ യാഗം. അപ്പൊ വിശ്വാമിത്രന്റെ ആ യാഗത്തിൽ ഏതൊരുവനാൽ, ഏതൊരു രാമനാൽ, മാരീചാദ്യാഹ നിശാചരാഹ, മാരീചൻ, സുബാഹു മുതലായ നിശാചരന്മാർ, ലക്ഷ്മണസ്യ പശ്യതഃ ഏവ,
ലക്ഷ്മണസ്യ പശ്യത ഏവ, ലക്ഷ്മണൻ നോക്കി നിൽക്കേ തന്നെ എന്ന് വെച്ചാൽ ലക്ഷ്മണന്റെ സഹായം വേണ്ടി വന്നില്ല, ഒറ്റയ്ക്ക് എന്നർത്ഥമാണ്. ലക്ഷ്മണൻ നോക്കി നിൽക്കുകയാണ്. ലക്ഷ്മണസ്യ പശ്യത ഏവ ആ നൈരുത പുങ്കവാഹ, നൈരുതന്മാരെന്നാൽ നിരുതി എന്നാൽ അസുര രക്ഷസുകൾ എന്നാണ് അർത്ഥം. അപ്പൊ നൈരുത പുങ്കവന്മാർ ആ രാക്ഷസ കേമന്മാർ, ഗംഭീരന്മാരായിട്ടുള്ള രാക്ഷസന്മാർ ഹതാഹ ഹനിക്കപ്പെട്ടു. ഇപ്പൊ ലക്ഷ്മണ സഹായം കൂടാതെ ഏകനായി രാമൻ തന്നെ ഈ മാരീചാദി അല്ലെങ്കിൽ സുബാഹു മുതലായ രാക്ഷസന്മാരെ ആ വിശ്വാമിത്രന്റെ യാഗത്തിൽ വധിച്ച് യാഗരക്ഷ ചെയ്തു എന്നുള്ള യാഗരക്ഷാ കഥയെ സ്മരിച്ചു. അപ്പൊ ഏന എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഏന ഇതെല്ലാം ചെയ്യപ്പെട്ടു. ഏതൊരു രാമനാലാണോ ഈ വിശ്വാമിത്ര യാഗരക്ഷ ചെയ്യപ്പെട്ടത്, ആ രാമൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് താല്പര്യം. സഹ രാമ സഹ കൗസലേന്ദ്ര നഹ അവദാത്, ആ കൗസലേന്ദ്രൻ നമ്മെ രക്ഷിക്കട്ടെ എന്ന് ഇവിടെ അന്വയിക്കണം ചേർത്ത്, ഏനാന്ന് പ്രയോഗിച്ചത് കൊണ്ട്. ഏന രാമേണ മരീചാദ്യ നിശാചരാഹ ഹതാഹ, ആ രാമൻ സഹ രാമ അസ്മാൻ രക്ഷതു അവതാത്. ഇനിയും സ്തുതി രൂപത്തിൽ തന്നെ രാമന്റെ ചരിതം തുടരുകയാണ്. യോ ലോകവീരസമിതൗ ധനുരൈശമുഗ്രം സീതാ സ്വയംവരഗൃഹേ ത്രിശതോപനീതം ആദായ ബാലഗജലീല ഇവേഷു യഷ്ടിം സജ്ജീകൃതം നൃപ വികൃഷ്യ ബഭഞ്ജ മധ്യേ. യോ ലോകവീരസമിതൗ ധനുരൈശമുഗ്രം സീതാ സ്വയംവരഗൃഹേ ത്രിശതോപനീതം ആദായ ബാലഗജലീല ഇവേക്ഷു യഷ്ടിം സജ്ജീകൃതം നൃപ വികൃഷ്യ ബഭഞ്ജ മധ്യേ. യോ വീണ്ടും യഹ ഏതൊരു രാമനാണോ ലോകവീരസമിതൗ ലോകവീരന്മാരുടെ സമിതിയിൽ, സമിതി എന്നാൽ സമാജം, അപ്പൊ വലിയ രാജസഭയിൽ വെച്ച് എന്നർത്ഥം പറയുകയാണ്. ലോകവീര സമിതൗ ലോകത്തിലുള്ള വീരന്മാരുടെ എല്ലാം സമാജത്തിൽ, എല്ലാവരുടെയും സഭയിൽ വെച്ച് സീതാ സ്വയംവര ഗൃഹേ ആ സീതയുടെ സ്വയംവര മണ്ഡപത്തിൽ സ്വയംവര ഗൃഹത്തിൽ വെച്ച് ത്രിശതോപനീതം ഉഗ്രം ഐശം ധനുഹു ഐശം ഈശനെ സംബന്ധിച്ചത്, ത്രംബകനെ സംബന്ധിച്ചത് ത്രയംബകം അല്ലെങ്കിൽ ത്രംബകം, അത് തന്നെയാണ്. ഈശനെ സംബന്ധിച്ചത് ഐശം, മഹേശനെ സംബന്ധിച്ചത് മാഹേശം. അപ്പോ ആ ഈശനെ സംബന്ധിച്ച ധനു, മഹാദേവനെ സംബന്ധിച്ച ആ ധനുസ് അത് ഉഗ്രം, ഭയങ്കരമായിട്ടുള്ളത്, കഠിനമായിട്ടുള്ളത്. ത്രിശതോപനീതം, ത്രിശത ഉപനീതം. ത്രിശതം എന്നാൽ 300 പേര്, 3 ശതങ്ങൾ, 300 പേരാണ് ചുമന്നുകൊണ്ടുവന്നത് എന്നാണ് ഇവിടെ വ്യാസൻ ഇവിടെ പറയുന്നത്. അപ്പൊ 300 പേരാൽ ഉപനയിക്കപ്പെട്ട് കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള ആ വലിയ വില്ല് ആദായ അതിനെ എടുത്തിട്ട് സജ്ജീകൃതം അതിൽ ഞാൻ വലിച്ചു കെട്ടി, ജ്യായെ ബന്ധിച്ചു, ജ്യാ സഹിതമാക്കി തീർത്തു എന്ന് വെച്ചാൽ ഞാൻ വലിച്ചു കെട്ടിയ വില്ലാക്കി തീർത്തു, സജ്ജീകൃതം. എന്നിട്ടോ ബാലഗജലീല ഇക്ഷുയഷ്ടിം ഇവ വികൃഷ്യ മധ്യേ ബഭഞ്ജ. ബാലഗജലീല, ബാലഗജം ഒരു ആനക്കുട്ടി, ആനക്കുട്ടിയുടെ ലീല പോലെ. ആനക്കുട്ടികൾ കരിമ്പിൻ തോട്ടത്തിൽ കടന്നാൽ ഇക്ഷുയഷ്ടിം, ഇക്ഷു കരിമ്പാണ്, അതിന്റെ യഷ്ടി കമ്പ്, കരിമ്പിന്റെ കോല്, കരിമ്പിന്റെ തടി എന്നൊക്കെ പറയാം. ആ കരിമ്പിൻ തടിയെ എന്ന പോലെ വികൃഷ്യ വലിച്ച് മധ്യേ ബഭഞ്ജ നടുവിൽ ഭഞ്ജിച്ചു കളഞ്ഞു. ഒരു ആനക്കുട്ടി എത്ര ലാഘവത്തോടെ ഒരു കരിമ്പിൻ തണ്ടിനെ ഒടിക്കുമോ അതേ ലാഘവത്തോടു കൂടിയിട്ടാണ് ഈ രാമസ്വാമി, ഈ ശ്രീരാമചന്ദ്ര പ്രഭു ആ സീതാ സ്വയംവര വേദിയിൽ വെച്ച് ആ മഹാദേവന്റെ ധനുസ്സിനെ
നിസ്സാരമായിട്ട് ഞാൻ വലിച്ചപ്പോൾ ഇദ്ദേഹം ഞാൻ വലിച്ചു കെട്ടി ആദ്യം, എന്നിട്ട് ഒന്ന് കുലയ്ക്കാൻ വേണ്ടി നല്ലോണം ആഞ്ഞു വലിച്ചതാണ്. അദ്ദേഹത്തിന്റെ ആ ശക്തി താങ്ങാൻ പറ്റാതെ ആ ഐശം ധനുഹു ബഭഞ്ച, അത് ഭഞ്ചിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ ആരാണോ ഈ ഈശധനുസ്സിനെ ഭഞ്ചിച്ചത്, യോ സഹ നഹ അവതാത്, നമ്മളെ രക്ഷിക്കട്ടെ. അങ്ങനെ രാജസദസ്സിൽ സീതാ സ്വയംവര ഗൃഹത്തിൽ വെച്ച് 300 പേരാൽ കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള ഈശന്റെ ധനുസ്സിനെ നിസാരമായി ഞാൻ വലിച്ചു കെട്ടി, പിന്നീട് ഒരു ആനക്കുട്ടി കരിമ്പിനെ ഉടയ്ക്കുന്ന ലാഘവത്തോടെ അതിന്റെ ഞാൻ വലിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി. അങ്ങനെ ഏതൊരുവൻ ചെയ്തുവോ ആ രാമചന്ദ്ര പ്രഭു കോസലേന്ദ്രൻ നമ്മെ രക്ഷിക്കട്ടെ. കോസലേന്ദ്രോവദാന്നഃ യോ ലോകവീരസമിതൗ ധനുരൈഷമുഗ്രം സീതാ സ്വയംവരഗൃഹേ ത്രിശതോപനീതം ആദായ ബാലഗജലീലൈവേക്ഷുയഷ്ടിം സജ്ജീകൃതം നൃപ വികൃഷ്യ ബഭഞ്ച മധ്യേ. ഇവിടെ ഇടയിൽ നൃപ എന്ന പരീക്ഷിത് രാജാവിനെ ശുകബ്രഹ്മർഷി സംബോധന ചെയ്യുന്നൊരു ശബ്ദം. നൃപ, അല്ലയോ രാജാവേ, കേൾക്കൂ. ജിത്വാനുരൂപ ഗുണശീലവയോംഗരൂപാം സീതാഭിതാം ശ്രിയമുരസ്യ വിലബ്ധമാനാം മാർഗേ വ്രജൻ ഭൃഗുപതേർവ്യനയത് പ്രരൂഢം ദർപ്പം മഹീം അകൃതയസ്ത്രിരരാജബീജാം. ജിത്വാനുരൂപ ഗുണശീലവയോംഗരൂപാം സീതാഭിധാം ശ്രിയമുരസ്യ വിലബ്ധമാനാം മാർഗേ വ്രജൻ ഭൃഗുപതേർവ്യനയത് പ്രരൂഢം ദർപ്പം മഹീം അകൃതയ ത്രിഹി അരാജബീജാം. അപ്പോ ഏതൊരു ഭഗവാനാണോ ഇങ്ങനെ ധനുർഭഞ്ജനം ചെയ്ത് സീതയെ സ്വന്തമാക്കുകയാണ്, അതാണ് ജിത്വാ അനുരൂപ ഗുണശീലവയോ അംഗരൂപാം സീതാഭിധാം ശ്രിയം ഉരസി അഭിലബ്ധമാനാം. അപ്പൊ തന്റെ ആ ധനുർഭഞ്ജനം ചെയ്തതിന്റെ ഫലമായിട്ട് അനുരൂപ ഗുണശീല വയോംഗരൂപാം സീതാഭിധാം, സീത എന്ന അഭിധാനത്തോടു കൂടിയവളെ, സീത എന്ന നാമധേയത്തോടു കൂടിയവളെ. അവൾ എങ്ങനെയുള്ളവരാണ്? അനുരൂപം. അനുരൂപം എന്ന് പറഞ്ഞാൽ രാമന് അനുരൂപം, മെയ്ഡ് ഫോർ ഈച്ച് അതർ, ഒരേപോലെ ലക്ഷണങ്ങള്, സൗന്ദര്യം എല്ലാം തികഞ്ഞത്, അതുപോലെ ഗുണങ്ങളെല്ലാം തികഞ്ഞത്. രാമന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ അതിന് വിപരീത ഗുണങ്ങളൊന്നുമല്ല സീതയിലുള്ളത്. അനുരൂപമായ ഗുണങ്ങൾ, അനുരൂപങ്ങളായ ശീലങ്ങൾ, പെരുമാറ്റങ്ങൾ, അനുരൂപമായ വയസ്സ്. ആ രാമനും സീതയും തമ്മിലുള്ളതായിട്ടുള്ള ആ വയസ്സാണെങ്കിലും വളരെ അനുരൂപമായിട്ടുള്ളത്. അതുപോലെ അംഗരൂപാം, ശരീര രൂപ സൗന്ദര്യങ്ങളോടുകൂടിയവളുമായിരിക്കുന്ന, ഇപ്പൊ രാമന് അനുരൂപയായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും സൗന്ദര്യാദി ലക്ഷണങ്ങളും തികഞ്ഞിരിക്കുന്ന സീതാഭിധാം, സീത എന്ന് പേരുള്ളവളെ ഉരസി അഭിലബ്ധമാനാം, തന്റെ മാറോട് ചേർത്ത് പിടിച്ച് എന്നർത്ഥം. ഉരസി മാറിടത്തിൽ, അഭിലബ്ധമാനം അഭിലപിക്കപ്പെട്ട മാനം, സൽക്കാരം, സൽക്കാരത്തോട് കൂടിയവളുമായിരിക്കുന്ന ശ്രിയം ജിത്വാ. ഇവിടെ ശ്രിയം ലക്ഷ്മീദേവിയാണ്. ഇപ്പൊ ലക്ഷ്മീദേവിയെ നേരത്തെ തന്നെ ഭഗവാൻ തന്റെ മാറിടത്തിൽ മാനിച്ചിട്ടുണ്ട്. ഉരസി അഭിലബ്ധമാനയാണ് ഈ ലക്ഷ്മി. ശ്രീവത്സം എന്ന മറുകോടുകൂടി ആ ദേവിയെ ഭഗവാൻ തന്റെ മാറോട് ചേർത്ത് മാനിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ സീതാദേവിയെ ശ്രിയം ജിത്വ, ജയിച്ചിട്ട് നേടിയെടുത്തിട്ട് വ്രജന് ഗമിക്കുന്നവനായിട്ട്, മിഥിലാപുരിയിൽ നിന്ന് അയോധ്യാപുരിയിലേക്ക് ഗമിക്കുന്നവനായിട്ട്, മാർഗേ വഴിയിൽ വെച്ച് ഭൃഗുപതേഹേ പ്രരൂഢം ദർപ്പം വ്യനയത്. ഭൃഗുപതേഹേ, ഭൃഗുവംശത്തിലെ കേമനായ പരശുരാമന്റെ പ്രരൂഢം ദർപ്പം, വളരെ ആരൂഢം ചെയ്തിരിക്കുന്ന, വർദ്ധിച്ചിരിക്കുന്ന ദർപ്പത്തെ, അഹങ്കാരത്തെ
ഗർവത്തെ, പരശുരാമന്റെ വർദ്ധിച്ച ഗർവത്തെ വ്യനയത്ത് വിശേഷേണ അനയത്ത് നല്ലതുപോലെ നശിപ്പിച്ചു കളഞ്ഞു, അകറ്റിക്കളഞ്ഞു. അകർത്തം വ്യനയത്ത്. ഏതൊരു ഭൃഗുപതിയാണ്? യഹ മഹീം ത്രിഹി അരാജബീജാമകൃത. അവിടെ പരശുരാമനെ വിശേഷിപ്പിക്കുകയാണ്. ആള് ചെറിയ ആളൊന്നുമല്ല ഈ പരശുരാമൻ. യഹ ഏതൊരുവനാണോ മഹീം ഈ ഭൂമിയെ ത്രിഹി, ത്രിഹി എന്നുള്ളത് കൊണ്ട് 3 വട്ടം എന്നാണ് സൂചന. ഇവിടെ 3 21 വട്ടം എന്ന് എടുക്കേണ്ടതാണ്. ശ്ലോകത്തിന്റെ ഉള്ളിൽ പരിമിതിയുള്ളത് കൊണ്ട് ചുരുക്കിയെന്നേ ഉള്ളൂ. നമുക്കറിയും എന്നുള്ളത് കൊണ്ട് പ്രശസ്തമായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ എണ്ണം തെറ്റിയതല്ല. 3 × 7 എന്ന് നമ്മൾ പെരുക്കിക്കൊള്ളണം. ത്രിസപ്തകൃത്വ 3 × 7. അപ്പൊ ത്രിഹി എന്ന് പറഞ്ഞു. അരാജബീജാം അകൃത. അരാജബീജാം അകൃത. അകൃത എന്ന് പറഞ്ഞാൽ ചെയ്തു, അരാജബീജമാക്കി ചെയ്തു എന്ന് വെച്ചാൽ രാജബീജം ഇല്ലാത്തതാക്കി ചെയ്തു. രാജബീജം എന്ന് പറഞ്ഞാൽ രാജസന്തതികൾ, ക്ഷത്രിയന്മാരില്ലാത്തതാക്കി നിക്ഷത്രിയമാക്കി ഭൂമിയെ ചെയ്തു 21 വട്ടം. ആ 21നെ 3 എന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. 3 7 21 എന്ന് എടുക്കേണ്ടതാണ്, ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പൊ ഏതൊരു പരശുരാമനാണോ ഭൂമിയെ 21 വട്ടം രാജാക്കന്മാരെ ഉന്മൂലനം ചെയ്ത് രാജബീജം പോലും ശേഷിക്കാത്ത രീതിയിൽ നശിപ്പിച്ചു കളഞ്ഞത് അല്ലേ? നമ്മുടെ നാരീകവചൻ മാത്രം നാരികളാൽ രക്ഷിക്കപ്പെട്ട് ഒളിച്ചിരുന്നു നമ്മൾ ഇന്നലെ കണ്ടു. ഈ വംശത്തിൽ തന്നെയുള്ള രാജാവായിരുന്നു നാരീകവചൻ. അപ്പൊ അദ്ദേഹം പരശുരാമൻ ആക്രമിക്കാൻ വന്നപ്പോ സ്ത്രീകളാൽ കവചം പോലെ രക്ഷിക്കപ്പെട്ടു. അങ്ങനെയാണ് ബീജം ബാക്കിയായത്. ബാക്കിയുള്ള ബീജങ്ങളെയൊക്കെ അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള അരാജബീജാം അകൃത ആ പരശുരാമന്റെ ഗർഭം ആരാണോ നശിപ്പിച്ചത് ആ ശ്രീരാമസ്വാമി നമ്മെ രക്ഷിക്കട്ടെ. കോസലേന്ദ്രോവതാത്മഹ എന്ന് ചേർത്ത് വായിക്കണം. ജിദ്വാനുരൂപ ഗുണശീല വയോംഗരൂപാം സീതാഭിധാം ശ്രിയമുരസ്യ വിലബ്ധമാനാം മാർഗേ വ്രജൻ ഭൃഗുപതേർവ്യനയത് പ്രരൂഢം ദർപ്പം മഹീം അകൃതയസ്ത്രിഹി അരാജബീജാം. ഈ 3 ശ്ലോകം കൊണ്ട് 5, 6, 7 3 ശ്ലോകം കൊണ്ട് അയോധ്യാകാന്ഡത്തെ ചുരുക്കി പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം ഒറ്റ ശ്ലോകം കൊണ്ട് ബാലകാന്ഡത്തെ ചുരുക്കി പറഞ്ഞതാണ് 5, 6, 7 ബാലകാന്ഡം. 8ാം ശ്ലോകം കൊണ്ട് അയോധ്യാകാന്ഡത്തെ ചുരുക്കി പറയുകയാണ്. യത്സത്യപാശ പരിവീത പിതുർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സ ഭാര്യഃ രാജ്യം ശ്രിയം പ്രണയിന സുഹൃദോ നിവാസം ത്യക്ത്വാ യൗവനമസൂനിവ മുക്തസംഗഃ. യത്സത്യപാശ പരിവീത പിതുർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സ ഭാര്യഃ രാജ്യം ശ്രിയം പ്രണയിന സുഹൃദോ നിവാസം ത്യക്ത്വാ യൗവനമസൂനിവ മുക്തസംഗഃ. അയോധ്യാകാന്ഡം ചുരുക്കി പറയണം. എന്താണ്? യഹ സത്യപാശ പരിവീത പിതുഹു നിദേശം സ്ത്രൈണസ്യ ച അപി ശിരസാ ജഗൃഹേ സ ഭാര്യഃ. അപ്പൊ യഹ ഏതൊരു രാമനാണോ ശിരസാ ജഗൃഹേ ശിരസാ ഗ്രഹിച്ചത്, സ്വീകരിച്ചത് എന്ത്? പിതുഹു നിദേശം പിതാവിന്റെ നിർദ്ദേശത്തെ, പിതാവിന്റെ ആദേശത്തെ ശിരസാഗ്രഹിച്ചു. എങ്ങനെ? സ ഭാര്യഃ ഭാര്യയോടുകൂടിയവനായിട്ട്, ഏകനായിട്ടല്ല ഭാര്യാസമേതനായിട്ട്. എന്നിട്ടോ വനത്തിലേക്ക് പോയി എന്ന് പറയണം. അപ്പൊ എങ്ങനെയുള്ള പിതാവിന്റെ? സത്യപാശ പരിവീത പിതുഹു സത്യമാകുന്ന പാശം കൊണ്ട് പരിവീതനായ പിതാവിന്റെ. പരിവീതൻ എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടവൻ, ബന്ധിക്കപ്പെട്ടവൻ. സത്യപാശത്താൽ ബദ്ധനായിരിക്കുന്ന പിതാവിന്റെ, ദശരഥന്റെ നിർദ്ദേശത്തെ, അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ എങ്ങനെയുള്ളതാണെന്ന് ഒന്നുകൂടെ സൂചിപ്പിക്കണം. സ്ത്രൈണസ്യ ചാപി സ്ത്രൈണനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ബന്ധം വന്നത്. സ്ത്രൈണൻ എന്നാൽ സ്ത്രീജിതൻ, സ്ത്രീക്ക് അടിമയായതുകൊണ്ട്, കൈകേയിയുടെ അടിമയായതുകൊണ്ട്, കൈകേയിക്ക് അത്യന്തം അധീനനായതുകൊണ്ട്.
അതാണ് സ്ത്രൈണ. അപ്പൊ കൈകേയിക്ക് അധീനനായതുകൊണ്ട് സത്യപാശബദ്ധനായ തന്റെ പിതാവിന്റെ നിർദ്ദേശത്തെ സഭാര്യ യഹ ഭാര്യയോടുകൂടിയ ഏതൊരു ശ്രീരാമപ്രഭു ശിരസാ ജഗൃഹേ ശിരസ്സുകൊണ്ട് ഗ്രഹിച്ചു. അപ്പൊ അച്ഛൻ സ്ത്രൈണനാണ്. ലക്ഷ്മണന്റെ വാക്കുകൾ അനുസരിച്ച് സ്ത്രീജിതനായിട്ടുള്ള അച്ഛൻ പറഞ്ഞ വാക്കൊന്നും അനുസരിക്കേണ്ടതില്ല, അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ബന്ധിച്ച് രാജ്യം എടുക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അഭി എന്നിവിടെ പ്രയോഗിച്ചു. സ്ത്രൈണസ്യ ചാപി, അച്ഛൻ സ്ത്രീജിതനായിട്ട് പോലും അച്ഛന്റെ വാക്കിനെ അനുസരിച്ചു. എന്നിട്ടോ രാജ്യം ശ്രിയം പ്രണയിന സുഹൃദ നിവാസം തെക്വാ, ഇതിനെയൊക്കെ തെക്വ ഉപേക്ഷിച്ചിട്ട്, ഏതൊക്കെ രാജ്യത്തെ, തനിക്ക് അവകാശപ്പെട്ടതായിട്ടുള്ള രാജ്യത്തെ, താനാണ് ദായക്രമത്തിൽ മൂത്തവൻ, യോഗ്യത കൊണ്ടും മൂത്തവൻ, എല്ലാം കൊണ്ടും തികഞ്ഞവൻ, അങ്ങനെയുള്ള തനിക്ക് അർഹതപ്പെട്ട രാജ്യത്തെയും ശ്രിയം ഐശ്വര്യങ്ങളെ എല്ലാറ്റിനെയും രാജകീയ പ്രൗഢികളെ എല്ലാ പ്രിവിലേജസും ഉപേക്ഷിച്ച് കാട്ടിൽ കഷ്ടപ്പെടാനായി കൊണ്ടുപോയി പ്രണയിനഹ തനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള അമ്മമാര്, മറ്റ് സഹോദരന്മാര്, അവരുടെ ഭാര്യമാര്, പ്രിയജനങ്ങള്, പ്രജകള്, എല്ലാവരെയും പ്രണയികളായിട്ടുള്ള ആളുകളെയൊക്കെ ഉപേക്ഷിച്ചു. സുഹൃദ തന്റെ ബന്ധുക്കള്, തന്റെ വെൽവിഷേഴ്സ് എല്ലാവരെയും ഉപേക്ഷിച്ചു. നിവാസം തന്റെ വാസസ്ഥാനം പോലും വെടിഞ്ഞ്, കൊട്ടാരം വെടിഞ്ഞ്, തെക്വ യയൗ വനം, വനം യയൗ വനത്തിലേക്ക് യാത്രയായി. ഏതുപോലെ മുക്തസംഗ അസൂൻ ഇവ, ഒരു മുക്തസംഗൻ എന്ന് വെച്ചാൽ ഒരു വിരക്തനായിരിക്കുന്ന ജ്ഞാനി, ഒരു മഹാൻ തന്റെ പ്രാണങ്ങളെ വെടിയും പോലെ, തനിക്ക് ആവശ്യം കഴിഞ്ഞു, തന്റെ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഈ ശരീരം ഒരു ഭാരമായിട്ട് തോന്നുന്ന മഹാപുരുഷന്മാർ എന്ത് ചെയ്യും? ആ ശരീരത്തെ ഉപേക്ഷിക്കും, പ്രാണനെ ഉപേക്ഷിക്കും. അവര് സമാധി അഭ്യസിച്ചുകൊണ്ട് സ്വയം പ്രാണനെ ഈ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പൊ എങ്ങനെയാണോ ഏതൊരു ലാഘവത്തോടു കൂടിയിട്ടാണോ മുക്തസംഗന്മാരായിട്ടുള്ള മഹാത്മാക്കൾ സ്വന്തം ശരീരത്തെ ത്യജിക്കുന്നത്? മറ്റുള്ളവർക്ക് സാധ്യമാണോ? മറ്റുള്ളവര് എന്ത് രോഗം വന്നാലും, ഒന്നിനും കൊള്ളാതായാലും, കയ്യും കാലും ഒക്കെ മുറിച്ചു കളഞ്ഞാലും, ഒരു പിണ്ടമായിട്ട് കിടന്നാലും, ദുരിതങ്ങൾ വേദനകളൊക്കെ അനുഭവിച്ച് കിടക്കുകയാണെങ്കിലും, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും, മൂക്കുകൂടെ ഓക്സിജൻ വലിച്ചു കയറ്റുകയാണെങ്കിലും, പൈപ്പ് വെച്ചിട്ടൊക്കെ കയറ്റുകയാണ്, ഭക്ഷണമൊക്കെ ട്യൂബിലൂടെ കയറ്റുന്നു, മൂത്രം പോകാൻ നിവൃത്തിയില്ല, അത് ഏതൊക്കെയോ വഴിക്ക് വലിച്ചെടുക്കുന്നു. എന്നാലും അങ്ങനെ കിടക്കുമ്പോഴും ഇനിയും കുറച്ചു കാലം കൂടി കിടക്കണം എന്ന് വിചാരിക്കുമ്പോ ഇവിടെ മുക്തസംഗന്മാരായ യതീശ്വരന്മാർ എന്ത് ചെയ്യണു? നല്ല ആരോഗ്യമുള്ള ശരീരത്തെ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. അപ്പൊ അതുപോലെയായിരുന്നു ശ്രീരാമചന്ദ്ര പ്രഭു തന്റെ സർവസ്വവും നിസ്സാരമായി ത്യജിച്ചു കളഞ്ഞത്. സാധാരണക്കാർക്ക് ഇത് ത്യജിക്കാനാവുകയേയില്ല. രാജ്യമുണ്ടെങ്കിൽ ത്യജിക്കുവോ, സ്ത്രീയെ ത്യജിക്കുവോ, പ്രണയികളെ ത്യജിക്കുവോ, സുഹൃത്തുക്കളെ, നിവാസത്തെ, ആർക്കും സാധ്യമല്ലാത്ത കാര്യം രാമൻ സാധിച്ചു. കാരണം രാമൻ അത്രയ്ക്ക് മുക്തസംഗൻ തന്നെയായിരുന്നു, ധർമ്മനിഷ്ഠനായിരുന്നു. യസത്യപാശ പരിവീത പിതുർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സ ഭാര്യഃ രാജ്യം ശ്രിയം പ്രണയിന സുഹൃദോ നിവാസം ത്യക്വായ യൗവനമസൂനിവ മുക്തസംഗഃ സഹ കോസലേന്ദ്രഃ അസ്മാൻ അവദാത്. ആ കോസലേന്ദ്രൻ നമ്മയെല്ലാം രക്ഷിക്കട്ടെ. ഇനി അരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡമൊക്കെ വരണു. നമുക്ക് നാളെ രാവിലെ കാണാം. നാളെ രാവിലെ 11 മണിക്ക് കാണാം. ഹരിയോ. ഇന്നിവിടെ നിൽക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീ രാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഹരി ഓം. നാളെ രാവിലെ 11 മണിക്ക് തുടങ്ങാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.